ഖനൗരിയിൽ കൊല്ലപ്പെട്ട കർഷകന്റെ വീട്ടിൽ മാതൃഭൂമി ന്യൂസ് സംഘമെത്തി. ഞങ്ങൾക്ക് നീതി വേണമെന്ന് ശുഭ്കരൺ സിംഗിന്റെ സഹോദരി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ਕਿਸਾਨਾਂ ਨੂੰ ਸ਼ਹੀਦ ਕੀਤਾ ਗਿਆ, ਇਸ ਬੱਚੇ ਨੂੰ ਵੀ ਸ਼ਹੀਦ ਕੀਤਾ ਗਿਆ। ਅਸੀਂ ਸਰਕਾਰ ਤੋਂ ਇਹੀ ਮੰਗ ਕਰਦੇ ਹਾਂ ਕਿ ਉਹ ਇਹਨਾਂ ਬੱਚੇ ਦੀ ਇੱਕ ਤਾਂ ਸ਼ਹੀਦ ਦਾ ਦਰਜਾ ਦੇਣ, ਇੱਕ ਇਹਨਾਂ ਦਾ ਜੋ ਵੀ ਕਰਜ਼ਾ ਉਹ ਮਾਫ ਕੀਤਾ ਜਾਵੇ ਤੇ ਜੋ ਪਰਿਵਾਰ ਦੇ ਵਿੱਚ ਇੱਕ ਮੈਂਬਰ ਹੈ ਉਹਨੂੰ ਸਰਕਾਰੀ ਨੌਕਰੀ ਦਿੱਤੀ ਜਾਵੇ। ये मालवा किसान यूनियन के प्रेसिडेंट हैं महिला बैंक के, तो ये बोल रहे हैं कि जो बच्चा था वो हमारा संघर्ष के लिए गया था वहाँ पे, और उन्होंने पहले एक सिस्टर का मैरिज किया और 2 एकड़ ज़मीन थी जो उसको बेचकर अभी ज़मीन कम है और हमें जो इंसाफ है वो मिलना चाहिए। और खेती की कानूनों के प्रति जो MSP की लड़ाई थी वो लड़ने के लिए बॉर्डर पे गया था और उनके ऊपर गोली दागी गई और उसको शहीद कर दिया। ये बोल रहे हैं कि उसे एक तो शहीद का दर्जा मिले और एक सरकारी नौकरी है उसकी मांग कर रहे हैं। तो ये तस्वीर इस परिवार की है और इन्होंने सभी तस्वीर आपके माध्यम के राही सरकार तक पहुँचाने की कोशिश की है। ശുഭ്കരൺ സിംഗിന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങളുമായി അനൂപ് ദാസ് ഉണ്ട്. അനൂപ്, ഖനൗരിയിലെ വീട്ടിലാണ് അനൂപ് ഉള്ളത്. ആ മേഖല എങ്ങനെയാണ്? ഇതെല്ലാവരും കർഷകർ മാത്രമുള്ളൊരു പ്രദേശമാണോ, ഗ്രാമമേഖലയാണോ? ഈ ഖനൗരിയിലെ ഈ മരിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബം അവരും എല്ലാവരും കർഷകരാണോ? അവിടുത്തെ സാഹചര്യം എന്താണ്? ഒരു മരണമുണ്ടാകുമ്പോൾ, ഇങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായ ഒരു മരണമുണ്ടാകുമ്പോൾ ആ നാട്ടുകാരുൾപ്പെടെ പ്രതികരിക്കുന്ന ഏത് തരത്തിലാണ്? രതീഷ്, ഞാൻ ശുഭ്കരൻ്റെ വീട്ടിലാണ്, ബല്ലോ ഗ്രാമം, പഞ്ചാബിലെ. ഇവിടെ ഞാൻ അല്പസമയം ഇവിടെ വീടും ഇവിടുത്തെ ആളുകളെയും കാണിച്ച ശേഷം ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങാം. ഈ വീട്ടിൽ ശുഭ്കരന് പുറമെ ശുഭ്കരൻ്റെ അച്ഛനും ഒരു സഹോദരിയും മുത്തശ്ശിയുമാണുള്ളത്. മറ്റൊരു സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. ഇവിടെയുള്ള സഹോദരി +2 വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. മറ്റൊരു സഹോദരി വിവാഹം കഴിഞ്ഞ് അവരുടെ വീട്ടിലാണ് താമസം. അച്ഛൻ ഒരു സ്കൂൾ ബസ്സിലെ സഹായിയായി മാസം 3000 രൂപ മാത്രം വേതനം വാങ്ങി ജോലി ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ ശുഭ്കരൺ ഇവിടെ തൊട്ടടുത്ത് 2.5 ഏക്കർ സ്ഥലമുണ്ട് ഇവർക്ക്. ആ സ്ഥലത്ത് കൃഷി ചെയ്താണ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. 10ാം ക്ലാസ് വരെ മാത്രമേ ശുഭ്കരൺ പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം അച്ഛനൊപ്പം കൃഷിപ്പണിക്ക് ഇറങ്ങുകയായിരുന്നു. അച്ഛന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കൃഷിപ്പണിക്ക് സജീവമായി ഇപ്പോഴില്ല. അദ്ദേഹം ഈ സ്കൂൾ ബസ്സിലെ ഒരു വരുമാനം മാത്രം വെച്ച് ജീവിക്കുകയാണ്. ഇതാണ് വീട് എന്ന് പറയുന്നത് 3 മുറികളാണ്. ആ 3 മുറികളിൽ ഒന്ന് അടുക്കള, ഒന്ന് ആളുകൾ താമസിക്കുന്ന സ്ഥലം, ഒന്ന് ചെറിയൊരു ഗോഡൗണൊക്കെ പോലെ ഉപയോഗിക്കുന്ന ഇടമാണ്. ഈ മുറികളും ഒരു വിശാലമായ ഇടവും അപ്പുറത്ത് കാലികളെ പോറ്റാനുള്ള ഒരു ഇടവും മാത്രമാണ്. ഇവിടെ ഈ വലതുഭാഗത്ത് കാണുന്ന, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ബന്ധുക്കളും മുത്തശ്ശിയും സഹോദരിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്നതാണ്. ഇവിടെ കർഷക പ്രതിനിധികളെയും ഒപ്പം തന്നെ കുറച്ച് പഞ്ചാബി ജേർണലിസ്റ്റുകളെയും നമുക്കിവിടെ കാണാം. കോഴി, ഒപ്പം തന്നെ മറ്റ് കാലികൾ, എരുമയും പോത്തിനെയും എല്ലാം ഇവിടെ കാണാം. ഇതൊക്കെ വളർത്തിയാണ് ശുഭ്കരൺ കുടുംബം പുലർത്തിക്കൊണ്ടിരുന്നത്. ഇതാ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെയാണ് കാലി വളർത്താൻ വേണ്ടി ശുഭ്കരൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലം. ഇനിയിപ്പോൾ ഈ അച്ഛൻ്റെ 3000 രൂപ വരുമാനത്തിന് മാത്രം ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് ഈ മുത്തശ്ശിയും ഒപ്പം തന്നെ കുടുംബത്തിലെ മറ്റുള്ളവരും ചോദിച്ചത്. ഇപ്പോൾ ഞാൻ പോകുന്നത് ശുഭ്കരൺ കൃഷി ചെയ്തിരുന്ന സ്ഥലം അതുവഴി പോകാം. കൃഷി ചെയ്തിരുന്ന സ്ഥലം വീടിനോട് ചേർന്ന് തന്നെയാണ്. ഈ നേരത്തെ 3.5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു ശുഭ്കരന്. പക്ഷേ ആദ്യത്തെ സഹോദരിയെ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ അതിന് കുറച്ച് പണം ചിലവായി. അതുകൊണ്ട് 1 ഏക്കർ സ്ഥലം വിറ്റു. ഇതൊക്കെ ശുഭ്കരൺ കൃഷി ചെയ്യാനും കാലികൾ വളർത്താനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഈ സ്ഥലമാണ്. ഇവിടെയാണ് ശുഭ്കരൺ കൃഷി ചെയ്യുന്നത്. നമുക്ക് കാണാം, ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് കടുകിൻ്റെ പൂവാണ്. ഈ കടുക് കൃഷി, തൊട്ടപ്പുറത്തുള്ള ഗോതമ്പ് കൃഷി, ഈ കൃഷി ചെയ്തുകൊണ്ടാണ് കാലങ്ങളായി ശുഭ്കരൺ വീട് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. കൃഷി ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് കർഷകരെ ബാധിക്കുന്ന വിഷയമായി പലതും മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സമരം ചെയ്യാനായി നേരത്തെ തന്നെ ദിവസങ്ങളായി ഖനൗരി അതിർത്തിയിലേക്ക് ശുഭ്കരൺ പോയത് എന്ന് ബന്ധുക്കൾ പറയുന്നു. അവർ പറയുന്ന മറ്റൊരു കാര്യവുമുണ്ട്. സമരം ചെയ്യുന്നവരെല്ലാം തീവ്രവാദികളാണ് എന്നൊക്കെയുള്ള പ്രചാരണം കാര്യമായി നടക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ വീട് ഇതാണ്. മാസം 3000 രൂപ വരുമാനമുള്ള അച്ഛൻ ശുഭ്കരൺ ഇവിടെ കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. ഞങ്ങൾ തീവ്രവാദികളാണോ കർഷകരാണോ എന്ന് നിങ്ങൾ പറയൂ എന്ന് ഞങ്ങളോട് ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ ഇവിടെയുള്ള ആളുകൾ പറയുന്ന സ്ഥിതി വരെ ഉണ്ടായി. എന്തായാലും
കർഷകനാണ് ശുഭ്കരൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ ആശുപത്രി സൂപ്രണ്ടുമായി, രജീന്ദ്ര ആശുപത്രിയിലെ സൂപ്രണ്ടുമായി ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം ശുഭ്കരൻ്റെ തലയ്ക്ക് പിറകിലേറ്റ പരിക്കാണ് മരണകാരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഗ്രാമം ഇങ്ങോട്ടേക്ക് വരുമ്പോഴൊക്കെ കിലോമീറ്ററുകളോളം അതല്ലെങ്കിൽ ഒരുപാട് ദൂരം ഏക്കർ കണക്കിന് വിശാലമായി നീണ്ടു പരന്നു കിടക്കുന്ന കടുക് പാടവും ഒപ്പം തന്നെ ഗോതമ്പ് പാടവുമാണ് കാണാൻ കഴിഞ്ഞത്. കർഷകരുടെ ഭൂമിയാണ്, കർഷകരാണ്, ശുഭ്കരനും കർഷകനാണ്.